ഗ്രെയിൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 3 ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ അല്ലാതെ ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യമായിരുന്നു സപ്ലൈകോ മാവേലി ഔട്ട്ലെറ്റുകളിൽ നിന്നും എല്ലാ മാസത്തിലും ലഭിക്കുന്ന 13 ഇന സബ്സിഡി സാധനങ്ങൾ. അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകും പയറും ഉൾപ്പെടെയുള്ള പൊതുവിപണിയിൽ 1300 രൂപയോളം വില വരുന്ന സബ്സിഡി സാധനങ്ങൾ 650 രൂപയ്ക്കടുത്താണ് കഴിഞ്ഞ 8 വർഷമായി ലഭിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ ഓരോ മാസവും 30 ലക്ഷം മുതൽ 40 ലക്ഷത്തിനടുത്ത് പേർ ഇവ കൈപ്പറ്റുമായിരുന്നു. സപ്ലൈകോ അടുത്ത കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയതോടെ പല സാധനങ്ങളും സ്റ്റോക്ക് ഇല്ലാതായതിനു പുറമെ മറ്റൊരു തിരിച്ചടി കൂടി സർക്കാർ ഭാഗത്തു നിന്നും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സപ്ലൈകോ സബ്സിഡി നിരക്കിൽ നൽകുന്ന 13 സാധനങ്ങൾക്ക് വില കൂട്ടാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വിപണി വിലയിലും 35% മാത്രമായിരിക്കും ഇനി കുറവ്. ഇതുവരെ 70% വരെ വിലക്കുറവുണ്ടായിരുന്നു. ഇനി മുതൽ വിപണി വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലയിലും മാറ്റം വരുത്താനും തീരുമാനിച്ചു. സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടേണ്ടെന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ തീരുമാനമാണ് ഇതോടെ മാറുന്നത്. അതുവരെ വിപണി വിലയ്ക്ക് അനുസൃതമായി നിശ്ചയിച്ച നിരക്കിൽ സബ്സിഡി നൽകുന്ന രീതിയാണ് സപ്ലൈകോ പിന്തുടർന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിരിച്ചടി ഭയന്ന് വില കൂട്ടാൻ സർക്കാർ ഇതുവരെ മടിച്ചു നിൽക്കുകയായിരുന്നു. വില കൂട്ടുന്നതിന് ഭക്ഷ്യവകുപ്പ് നൽകിയ ശുപാർശ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വില കൂട്ടിയില്ലെങ്കിൽ സപ്ലൈകോയുടെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമാകുമെന്നതും കൂടുതൽ ഫണ്ട് അനുവദിക്കുവാൻ സർക്കാരിന് നിർവാഹമില്ലെന്നതും കണക്കിലെടുത്താണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. വില കൂട്ടുന്നതിന് LDF നേരത്തെ അനുമതി നൽകിയിരുന്നു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി ഡിസംബർ അവസാനം ഇതിനുള്ള ശുപാർശ നൽകി. വിപണി വിലയിൽ 25% സബ്സിഡി അനുവദിച്ചാൽ മതിയെന്നായിരുന്നു LDF യോഗത്തിലെ തീരുമാനം. എന്നാൽ 35% വരെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ശുപാർശ ഒടുവിൽ അംഗീകരിച്ചു. സബ്സിഡി നിരക്കിൽ 13 സാധനങ്ങൾ നൽകുന്നതിന് ഒരു വർഷം 350 കോടി രൂപയാണ് സപ്ലൈകോയുടെ ചിലവ്. നിലവിൽ 1000 കോടി രൂപയിലേറെ വിതരണക്കാർക്ക് കുടിശ്ശികയുമുണ്ട്. മാസം 40 ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകളാണ് സപ്ലൈകോയിലെത്തി സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത്. എന്നാൽ 6 മാസത്തിലേറെയായി പല സാധനങ്ങളും വിൽപ്പനാശാലകളിൽ ഇല്ല. രണ്ടാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകൾക്ക് മസ്റ്ററിംഗ് നടത്തുവാനുള്ള നടപടികളും വരികയാണ്. മന്ന പിങ്ക് റേഷൻ കാർഡുകാർക്കാണ് മസ്റ്ററിംഗ് നടത്തുക. മരിച്ചുപോയവരുടെയും വിദേശത്തുള്ളവരുടെയും റേഷൻ വിഹിതങ്ങൾ തുടർന്നും വാങ്ങുന്നതും അനർഹരായിട്ടുള്ളവർ മുൻഗണനാ കാർഡുകൾ തുടർന്നും കൈവശം വെക്കുന്നതും അവസാനിപ്പിക്കുന്നതിനായിട്ടാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് വരുന്നത്. ഇത്തരത്തിൽ മസ്റ്ററിംഗ് നടത്തി അനർഹരുടെ കൈകളിൽ നിന്ന് തിരിച്ചെടുക്കുന്ന മന്ന പിങ്ക് റേഷൻ കാർഡുകൾ നീല വെള്ള കാർഡുകളിലെ മുൻഗണനാ കാർഡിന് അർഹരായിട്ടുള്ളവർക്ക് അവർ അപേക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് നൽകും. ഇതിന്റെ തീരുമാനമായെങ്കിലും റേഷൻ കാർഡ് മസ്റ്ററിംഗിന്റെ തീയതി പ്രഖ്യാപനം വന്നിട്ടില്ല. വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. മൂന്നാമത്തെ അറിയിപ്പ്, കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ചയും വിവിധ തൊഴിലാളി സംഘടനകളും ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ഭാരത് ബന്ദ് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 4 മണി വരെ. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെ റോഡ് തടയലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ജനജീവിതത്തിന് തടസ്സമുണ്ടാകില്ല. രാവിലെ 10-ന് രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധമുണ്ടാകുമെന്ന് സംസ്ഥാനത്തെ സമരസമിതി കോഓർഡിനേഷൻ ചെയർമാനും കേരള കർഷക സംഘം സെക്രട്ടറിയുമായ M വിജയകുമാർ അറിയിച്ചു. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക.